കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധന 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 സ്തുതി ആരാധന മഹത്വം 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 ആരാധന ആരാധന പുകഴ്ച
കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് കൺവെൻഷനിൽ വരുന്ന സാക്ഷ്യങ്ങളല്ല. ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെയിൻ സംഭവം സമയത്തിൻ്റെ മേലുള്ള അധികാരവും പിന്നെ എന്താണ് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവുമൊക്കെയാണ് ഉടമ്പടിയുടെ തനത് സാക്ഷ്യം. ദൈവതിരുസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ പോണ പോലെ സാറിനെ കാണുക, കൈക്കിൽ കൊടുക്കാതെ കിട്ടുക, നമുക്ക് വലിയ പരിചയമുള്ളവരുണ്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കുക, ഇങ്ങനെയൊക്കെ അലപരാതി വർത്തമാനം പറഞ്ഞു നടക്കുന്ന കാര്യം കണക്കസ്ഥേനയില്ലേ, അതുപോലെ നിങ്ങളെ കൃപാസനത്തിൽ വന്നിട്ട് ഒരു കഥയുമില്ല. കാരണം ദൈവത്തിൻ്റെ ആൾക്കാരെ തിരിച്ചറിയാം. അതിന് ജാതിയും മതവും ഒന്നുമില്ല, അതൊരു മനസ്സാണ് ശരിക്കും. അതായത് അനുഭവത്തിൻ്റെ മുമ്പിൽ ആശയങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് നിരീശ്വരമായാലും യുക്തിവാദിയുമായാലും ജനങ്ങൾക്ക് ഉള്ളത് എന്താണ്? ജീവിത പ്രശ്നങ്ങളാണ് ഉള്ളത്. പ്രശ്നങ്ങൾക്ക് ഈ യുക്തിവാദങ്ങളൊന്നും പരിഹാരമല്ല, നിരീശ്വരവാദവും പരിഹാരമല്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ടായിട്ടും അത് നമ്മളിലേക്ക് ഈശ്വര ചൈതന്യം വരണമെങ്കിൽ എന്ത് വേണം? അത് വിശ്വാസം മാത്രം പോരാ. ചില ആൾക്കാർക്ക് വിശ്വാസം മാത്രം മതിയെന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. വിശ്വാസം മാത്രം പോരാ. എന്താ കാര്യം? ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ട് വിശ്വാസത്തിൻ്റെ സത്യസന്ധത നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിനും നമ്മുടെ കയ്യിൽ നിന്ന് സമയമോ സമ്പത്തോ സൗകര്യമോ സ്വസ്ഥതയോ നഷ്ടപ്പെടാത്ത ഒരു വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വിശ്വാസം അല്ല, ശരിക്കും ഒരാശയപരമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി കുറേ വിശ്വാസ പ്രവൃത്തികളൊക്കെ കാണിക്കും. പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകും, വെളുപ്പിന് എഴുന്നേറ്റ് പൊതിച്ചോറുണ്ടാക്കും, അത് നിങ്ങൾ 10 മണിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കും, എല്ലാവർക്കും വിളമ്പിക്കൊടുക്കും, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ അടിയൊഴുക്കുകളിൽ നിങ്ങളുടെ വിസ പ്രോസസ്സ് ചെയ്ത് വരിക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ മനസ്സിരിപ്പ്. അതാണ് ഈ സാധനം. അവിടെ സ്നേഹമായിരിക്കത്തില്ല. ഇത് ഈ പൊതിച്ചോറ് കെട്ടൽ കൊണ്ട് കാര്യമൊന്നുമില്ല. അത് രാഷ്ട്രീയക്കാരും നമ്മുടെ കടം മേടിച്ച് അവരും അതുപോലെയൊക്കെ പരിപാടി ചെയ്ത് അത് വോട്ടിന് വേണ്ടി ചെയ്യണം, ആളെ പിടിക്കാൻ വേണ്ടി. നിങ്ങളത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS പാസ്സാകാനും അതുപോലെ തന്നെ വസ്തു വിൽക്കാനും വേണ്ടിയാണ് പൊതിച്ചോറ് കെട്ടി പാവത്തിന് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടല്ല ശരിക്കും. എല്ലാവരും അടിച്ചു മുടക്കി ഇത് പറയുകയല്ല, പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈസ് ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലവ്? ഇത് ഞാൻ ചെയ്യുന്നത് ദൈവത്തോടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണോ അതോ കളങ്കിത സ്നേഹമാണോ? നിങ്ങൾ സ്നേഹം കാണിക്കണമെന്നില്ല എന്നല്ല, എല്ലാവരും സ്നേഹം കാണിക്കുന്നുണ്ട്, ആവശ്യത്തിന് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും വരുന്നത് കളങ്കിത സ്നേഹമാണ് ഈ കാണിക്കുന്നത്. എന്താ കളങ്കം എന്ന് പറയുന്നത്? നിങ്ങളുടെ ചില വ്യക്തി താല്പര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതാണ് വിഷയം. നമ്മുടെ മകളെ കെട്ടിച്ച് വിട്ട മകൾക്ക് പിള്ളേരുണ്ടാകുക, വസ്തു വിറ്റ് മാറുക, ഇതെല്ലാം ഇങ്ങനെയുള്ള പേഴ്സണൽ ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കളങ്കം കയറി വരും. എന്താണ്? വ്യക്തി താല്പര്യം എന്ന് പറഞ്ഞാൽ കളങ്കം കയറി വരും. അപ്പോൾ ദൈവത്തിൻ്റെ താല്പര്യം അല്ലത്, നിങ്ങളുടെ നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു അഭ്യാസം പോലെ വരത്തുള്ളൂ. ആത്മാർത്ഥതയില്ലാത്ത വിഷയമാണ്. ഉടമ്പടി സ്പീഡാക്കുന്നതിന് അതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്, ഉടമ്പടി സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്പീഡാണ്. ഉടമ്പടി ഉടനടി പരിഹാരം എന്നല്ല പറയുന്നത്. ഉടമ്പടിയുടെ സ്മാർട്ട്നെസ് എന്താ? അതിൻ്റെ സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. ആ സ്പീഡെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്പീഡ് വർദ്ധിക്കുന്നത്? ടൈം ഷോർട്ടനിങ് ഉണ്ടാവും. ഈ ടൈം ഷോർട്ടനിങ്ങിനാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഈ ടൈം ഷോർട്ടനിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ വ്യക്തിപരമായ
ഈ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ, ഈ പ്രവൃത്തികൾ തന്നെ രണ്ട് തരമുണ്ട്. നമ്മൾ പലരും ചെയ്യുന്നത് സൽപ്രവൃത്തികളാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ സൽപ്രവൃത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്നുള്ളതാണ് സത്യം. എന്താ കാര്യം? ഈ സൽപ്രവൃത്തികളിലെല്ലാം ഒരു വ്യത്യാംശങ്ങളുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പം അത് മലിനമായി പോവുകയും ചെയ്യും, കളങ്കമായി പോവുകയും ചെയ്യും. യെശയ്യാ 64:6 ഒന്ന് ശ്രദ്ധിച്ച ഈ വാക്ക്. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. മുത്തേടനച്ഛൻ്റെ ബൈബിളല്ലേ ഇതിനേക്കാൾ തീഷ്ണമായിട്ടാ കിടക്കുന്നത്. ഇത് POC ബൈബിളാണ്. ഒന്ന് വായിച്ചു, POC ബൈബിൾ വായിച്ചേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ എന്ന് വെച്ചാൽ ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. എൻ്റെ റൂട്ടിൽ കിടക്കുന്നത് ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം പോലെ. അപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം എല്ലാം മനസ്സിലാവും. ഒരു സൽപ്രവൃത്തിയെ ദൈവം വിളിക്കുന്നത് ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം എന്നാണ്. എൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അകത്ത് മുഴുവനും വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്. ഈ സൽപ്രവൃത്തികളെല്ലാം ഏതെങ്കിലും ഒരു സൽപ്രവൃത്തികളിൽ വ്യക്തി താല്പര്യം വന്നാൽ അത് മലിനവസ്ത്രം പോലെയാവും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങളുടെ സൽപ്രവൃത്തികളിൽ നിങ്ങളുടെ IELTS, ഇപ്പോൾ IELTS ഇല്ലല്ലോ, നിങ്ങളുടെ B2ഉം B1ഉം അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തു വിൽപ്പനയും നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ തിടുക്കം കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തു കൂട്ടും. പക്ഷെ ദൈവം ഇത് കൗണ്ട് ചെയ്യണത് മലിനവസ്ത്രം പോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയണം, ഉടമ്പടിയുടെ ത്രെഡ്. കാര്യം ഇത് നമ്മൾ ഈ സത്യത്തെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ സൽപ്രവൃത്തികൾ ചെയ്തും ഉടമ്പടി പുതുക്കിയും പോകും. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്ത് കൂട്ടിയ സൽപ്രവൃത്തികളെല്ലാം ദൈവം എടുക്കുന്നത് സോയിൽഡ് ക്ലോത്ത് പോലെയാണ്, അലക്കി വെളുപ്പിക്കേണ്ട ക്ലോത്ത് പോലെയാണ്. അലക്കി വെളുപ്പിക്കേണ്ട, അത് ദൈവം ബൈബിള് മുഴുവൻ ഫോളോ ചെയ്യുന്ന ഒരു തീമാണ് അലക്കി വെളുപ്പിക്കുക എന്ന് പറയുന്നത്. മാലിന്യത്തെ ദൈവം പ്രീസപ്പോസ് ചെയ്യും. മനുഷ്യനുമായി ഇടപെട്ടുന്ന എല്ലാ വിഷയങ്ങളെയും, ഈവൻ സൽപ്രവർത്തികളെപ്പോലും ദൈവം മാലിന്യത്തിൻ്റെ ടേബിളലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി മനുഷ്യൻ്റെ ഓപ്ഷൻസ് എന്താ ഉള്ളത്? മനുഷ്യന് ഇത് അലക്കി വെളുപ്പിക്കണം. എങ്ങനെ വെളുപ്പിക്കും? അത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിക്കണം, അല്ല വേറെ ഇവിടുത്തെ അലക്കി വെളുപ്പിക്കാൻ പറ്റത്തില്ല. വെളിപ്പാട് 7:14. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. ഐസയ 64:6 വെളിപാട് 7:14 തമ്മിൽ ലിങ്കാണ്. യേശയ്യ 64:6 ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. അപ്പോൾ ഈ രക്ഷ കിട്ടാൻ എന്താ മാർഗം എന്നാണ്. ഇപ്പം നമ്മുടെ സൽപ്രവർത്തികളിൽ വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് കയറി അത് കളങ്കിതമായി പോയെന്ന് വിചാരിച്ചോ? പറഞ്ഞ മനസ്സിലായി. നമ്മുടെ സൽപ്രവർത്തികളിൽ പോലും വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് കയറി. കാര്യം നമ്മൾ ഒരു പങ്കുവെപ്പ് നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ വസ്തു വിറ്റ് കിട്ടുക, ജപ്തി നടപടി ഒഴിവാക്കുക എന്നുള്ള പേഴ്സണൽ ഇൻറ്റൻഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ പേഴ്സണൽ ഇൻറ്റൻഷൻ്റെ വരുമ്പോൾ, വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടാമിനേറ്റഡായി പോവുകയാണ്, കളങ്കിതമായി പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ ഏണിംഗ് ഒന്നും ഉണ്ടാക്കത്തില്ല ദൈവതിരുസന്നിധിയിൽ. കളങ്കിതമായ ഒരു സൽപ്രവർത്തികൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നെ ഈ കളങ്കം എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് പിന്നീട് ബൈബിളിൽ ചിന്തിക്കുന്നത്. അതെങ്ങനെയാണ് വരണത്? ഇൻ കേസ് ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? കാര്യം എന്താ? ഞങ്ങളുടെ സൽപ്രവർത്തികളിൽ പോലും വ്യക്തിപരമായ താല്പര്യങ്ങളാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് കളങ്കിതമായി പോയി. ഇനി ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? രക്ഷ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് അവിടെ ഉത്തരമില്ലെങ്കിലും
ബൈബിൾ എഴുതി തീരണതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഉത്തരം നൽകുന്നുണ്ട്. എന്താണ്? രക്ഷ കിട്ടും, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? വായിച്ചേ. വെളിപാട് 7:14. വെളിപാട് 7:14. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ. നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. മനസ്സിലായില്ല? അപ്പൊ മലിന വസ്ത്രത്തെ കഴുകി വെളുപ്പിക്കുന്നതിന് ഒരു ഡിറ്റർജൻറ്റേ ഉള്ളൂ. എന്താണത്? കുഞ്ഞാടിൻ്റെ രക്തമാണ്. മനസ്സിലായില്ലേ? അതെന്ത്? കുഞ്ഞാടിൻ്റെ രക്തം നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്നാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഉടമ്പടിയിലെ ഗ്രോത്തിൽ ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഞെരുക്കങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ഒരുമിച്ച് പാടുക. ആരാധന, ദൈവതിരുസന്നിധി നിങ്ങളുടെ രോഗങ്ങളെ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കേണ്ട സമയമാണ്. ഒന്നിലധികം രോഗങ്ങളുള്ളവർക്ക് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മനസ്സിലെ വിശ്വാസപ്രമാണം ചെല്ലാവുന്നതാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവത്തിൻ്റെ വൻകരങ്ങൾ, പൊൻകരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കും രോഗമുള്ള ഇടങ്ങളിലേക്ക് അടിപ്പിട പോലെ വൈതാഖലമ ദൈവികമായ ശക്തി പ്രസരിച്ചുകൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ഉദര രോഗികള്, ശ്വാസകോശ രോഗികള്, ഹൃദയ രോഗികള്, കരളിന് വീക്കമുള്ളവര്, ഫാറ്റി ലിവറുള്ളവര്,
പിൻകഴുത്തിന് വേദനയുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, വാതരോഗികൾ, കിഡ്നി രോഗികൾ, PCOD രോഗികൾ, പിസ്തുല രോഗികൾ, അരസസ് രോഗികൾ, അവരെല്ലാം അതാതിടങ്ങളിൽ വയറിലും നെഞ്ചിലും കഴുത്തിലും ശിരസിലുമൊക്കെ കൈകൾ വെച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ കർത്താവിൽ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന നടുവേനക്കാര്, കിഡ്നി രോഗികള്, കിഡ്നി ചുങ്ങിപ്പോകുന്നവര്, കിഡ്നി വീഴ്ത്തു വരുന്നവര്, മൊത്തത്തിൽ കല്ലുള്ളവര്, കിഡ്നി കല്ലുള്ളവര്, പങ്ക്രിയാസിൽ കല്ലുള്ളവര്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപനാശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. ഷാരോണിൽ വിരിയും റോജാപ്പൂ